അപ്പം എങ്ങനെയാണത് തരണം ചെയ്യുന്നത്? സംശയം. വിജ്ഞാനികളുണ്ട്, ഉണ്ടായിട്ടുണ്ട്, ഉണ്ട്, ഇനിയും ഉണ്ടാവും. അതെങ്ങനെ പറയുന്നു? ദൈവീ ഹ്യേഷാ ഗുണമയേ മമ മായാ ദുരത്യയാ മാമേവ യേ പ്രപദ്യന്തെ മായാമേതാം തരന്തി തേ. ദൈവീ ഹ്യേഷാ ഗുണമയീ മമ മായാ ദുരത്യയാ മാമേവ യേ പ്രപദ്യന്തെ മായാമേതാം തരന്തി തേ. ഏഷാ ഇവൾ. ആരാ? ദൈവീ, ദൈവി, ദിവ്യഗുണയുക്തയായ. ആരാ അവള്? ഗുണമയീ, ഗുണമയിയാണ്. സത്വ രജ സ്തമോ ഗുണമയിയാണ്. അങ്ങനെയുള്ളതാണ് മമ മായ, എൻ്റെ മായ. എൻ്റെ മായ ഗുണമയിയാണ്, ദൈവിയാണ്. എന്നതിനൊരു വിശേഷമുണ്ട്. എന്താ വിശേഷം? ദുരത്യയാ, തരണം ചെയ്യാൻ വളരെ ദുഃഖകരമാണ്. എളുപ്പം തരണം ചെയ്യാൻ ആരും വിചാരിക്കേണ്ട. ഒരു രീതിയിലല്ലെങ്കിൽ വേറെ രീതിയിൽ കെട്ടിയിടും. ഒരു കെട്ടഴിക്കുമ്പോൾ വേറൊരു കെട്ട്, അതഴിക്കുമ്പോൾ വേറൊരു കെട്ട്. ഊരാ കുടുക്കിൽ നമ്മളെ കൊണ്ടു ചെന്നിടും. അതാണ് ദുരത്യയാ, തരണം ചെയ്യാൻ വളരെ പ്രയാസമാണ്. ഇത് പറയാനാണ് അപ്പം ഇത്രയും തുടങ്ങിയത്. ഇതിപ്പോൾ ഞങ്ങൾക്ക് ആദ്യം അറിയണ വിഷയമാണ്. ഇത് നേരത്തെ കഴിഞ്ഞ ശ്ലോകത്തിലും പറഞ്ഞു. ഈ 3 ഗുണങ്ങളാൽ ബദ്ധരായിട്ട് അവയ്ക്ക് ഉപരിയുള്ള സത്യത്തെ അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ അത് തന്നെ വീണ്ടും പറഞ്ഞിട്ട് എന്താ പ്രയോജനം? അപ്പോഴാണ് വഴി പറയണത്. മാം ഏവ യേ പ്രപദ്യന്തേ, യേ യാവരാണോ, മാം ഏവ എന്നെ തന്നെ. അവിടെ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട വാക്ക് ഏവ, തന്നെ, മാം അല്ല. എന്നെ തന്നെ ശരണം പ്രാപിക്കുന്നുവോ. ഈ തന്നെ എന്നുള്ളതിന് വലിയ അർത്ഥമാണ്. എന്നെ തന്നെ ആര് ശരണം പ്രാപിക്കുന്നുവോ തേ അവർ ഏതാം മായാം തരന്തി, അവർ ഈ മായയെ തരണം ചെയ്യുന്നു. ഇതല്ലാതെ വേറെ വഴിയില്ല. മായയുടെ വിലാസങ്ങളെ നോക്കിക്കണ്ട് അവയെ ആശ്രയിച്ച് അതിനെ തരണം ചെയ്യാമെന്ന് വിചാരിച്ചാൽ അസാധ്യമാണ്. കാരണം മായയുടെ ചമൽക്കാരങ്ങൾക്ക് അറ്റമില്ല. 3 ഗുണങ്ങളുടെ ചേർച്ചയാൽ ഉണ്ടാക്കപ്പെടുന്ന വർണ്ണ ഭേദങ്ങൾക്ക് അറ്റമില്ല. പണ്ട് കാലത്ത് നമ്മളൊക്കെ ഈ ഇരിക്കുന്നതിൽ ഭൂരിഭാഗം പേരും, എല്ലാവരും അല്ല, ചെറുപ്പക്കാരൊഴിച്ച് അപ്പോൾ ചെറുപ്പം ഏതാണെന്നുള്ള ചോദ്യം വരും അല്ലേ? ആർക്കപ്പോൾ വയസ്സായി എന്ന് അംഗീകരിക്കണത്? എന്നാലൊരു 10-40 വയസ്സിന് മുകളിലുള്ളവരൊക്കെ, നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് 7 വർണ്ണങ്ങൾ ഇല്ലേ? 7 വർണ്ണങ്ങളുടെ ചേർച്ച കൊണ്ട് എല്ലാ വർണ്ണവും ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് പഠിച്ചത്.
ഇന്നിപ്പോൾ 3 വർണ്ണങ്ങൾ വെച്ചിട്ടാണ് എല്ലാം ഉണ്ടാക്കുന്നത്. വർണ്ണഭേദങ്ങൾ 3 വർണ്ണം. കാലം മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെ മാറ്റം വരുമെന്ന് അറിയില്ല. പക്ഷെ ഇപ്പോൾ നമുക്ക് പറയാം 3 വർണ്ണങ്ങളുടെ വ്യത്യസ്ത അനുപാതത്തിലുള്ള ചേർച്ച കൊണ്ട് ഈ പ്രപഞ്ചത്തിലെ അനേക കോടി വർണ്ണങ്ങൾ ഇന്നുണ്ടാക്കുന്നു. 7 വർണ്ണത്തിൻ്റെ ആവശ്യമില്ല, 3 വർണ്ണേ വേണ്ടു. പെയിൻറ്റ് കടയിൽ 3 വർണ്ണം, 3 പെയിൻറ്റേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. ബാക്കി കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഏത് വർണ്ണമാണ് വേണ്ടത് അത് അവരാക്കി തരും. 1 കോടി വർണ്ണം, അതിന് കണക്കില്ല. ചെറിയ 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 വ്യതിയാനങ്ങൾ വരുത്തിയിട്ട് ഇത്രയേ ഉള്ളൂ വേണ്ടു, വേറെ ഒന്നും വേണ്ട. അപ്പം ഈ 3 ഗുണങ്ങൾ എന്തൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെയാണ് പ്രകടമാവുക എന്ന് ആർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അവയുടെ ചമൽക്കാരങ്ങൾക്ക് പിന്നാലെ പോയിട്ട് അതിനെ അതിക്രമിക്കാമെന്ന് വിചാരിച്ചാൽ പിന്നെ അതിൽ നിസ്സാര ബുദ്ധി തോന്നണം, എന്നാ പ്രശ്നമല്ല. അതൊട്ട് എളുപ്പമല്ല. അപ്പോൾ ദൈവീഹേഷ ഗുണമയി മമമായ, എൻ്റെ മായ ദുരത്തെ തരണം ചെയ്യാൻ പ്രയാസത്തോട് കൂടിയവൾ തന്നെയാണ്. ഒരു മേഖലയിൽ നിന്ന് തരണം ചെയ്തു തോന്നിയാൽ വേറെ മേഖലയിൽ കുടുങ്ങിയിട്ടുണ്ടാവും. സ്വാമി എന്നപ്പോ ഈ ലോകത്തിലെ യാതൊരു കഷ്ടപ്പാടും എന്നെ ബാധിക്കണില്ല, സന്തോഷം, മിടുക്കൻ. ഒരാളെങ്കിലും ഇങ്ങനെ പറഞ്ഞു കേട്ടല്ലോ. അപ്പം എങ്ങനെയാണ് നിൻ്റെ ജീവിതം പോണത്? ഞാൻ 24 മണിക്കൂർ ജപിച്ചിരിക്കുക സ്വാമി. കുടുങ്ങിയില്ലേ? ജപത്ത് കുടുങ്ങിയില്ലേ? ഇല്ല, അത് കുടുങ്ങി. എന്നെ ലോകത്തിൻ്റെ യാതൊരു കഷ്ടപ്പാടും ബാധിക്കുന്നില്ല, ഞാൻ ധ്യാനിച്ചിരിക്കുകയാണ്, സന്തോഷം. കുടുങ്ങി, അവിടെ കുടുങ്ങി. അത് ഒന്നൊന്നും വേറെ ഒന്നിലായി. ഇപ്പോൾ ഡോക്ടർമാർ മരുന്ന് കഴിച്ചാൽ എന്താ ഉണ്ടാവുക? മാറും, രോഗം മാറിക്കോളും എന്നാണ് പറയുക. മാറുക വെച്ചാൽ എന്താ അർത്ഥം? ഒന്ന് പോയിട്ട് വേറെ ഒന്നാവുന്നതാണ്. അല്ലാണ്ട് എന്താ? മാറും, രോഗം മാറും. രോഗം മാറാണ്ടിരിക്കില്ല. അപ്പോൾ പ്രത്യക്ഷത്തിൽ ഇത് കഴിച്ചാൽ ഇന്നതാ വരിക എന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഇത് കൂടി കഴിച്ചോളൂ. അപ്പോൾ അത് വരില്ല. പിന്നെന്താ വരിക ഡോക്ടർ? അത് അനുഭവിച്ച് തന്നെ അറിയണം. പിന്നെ കാലക്രമേണ ഒക്കെ ശരിയായിക്കോളും. ഒരു 3 മാസം കൊണ്ടൊക്കെ നേരെയാവും. അതുമായിട്ട് താതാത്മ്യപ്പെട്ടോളൂ എന്നർത്ഥം. അത് നോർമലായി മാറും. ഇത്രയേ ഉള്ളൂ, വേറെന്താ? ദുരത്യ വളരെ പ്രയാസമാണ് തരണം ചെയ്യുക. തരണം ചെയ്തു എന്ന് വിചാരിക്കണവർ വേറൊന്ന് കുടുങ്ങിയിട്ടാണല്ലോ. ഞാൻ ഗുരു കുടുങ്ങി, ശാസ്ത്രത്തിൽ സ്വാധ്യായം വേദാന്തം പഠിക്കുമ്പോൾ നല്ലൊരു സുഖാസ്വാമി, ഈ ലോകത്തിൻ്റെ യാതൊരു വിഷമവും അറിയില്ല. പ്രത്യേകിച്ച് ശങ്കരഭാഷ്യം പഠിക്കുമ്പോൾ ഒരു ആനന്ദം ഉണ്ടല്ലോ, ഓ, അതിൽ കുടുങ്ങി. അപ്പോൾ സാത്വികവും രാജസികവും താമസികവുമായ ഏതെങ്കിലുമൊക്കെ അതിൽ കുടുങ്ങുന്നതിനെയാണ് നമ്മൾ രക്ഷപ്പെടുക എന്ന് പറയുന്നത്. ഇവിടുന്ന് ഒന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി. എങ്ങോട്ട്? വൈകുണ്ഠത്തിലേക്ക്. അവിടെ എത്തി. അവിടെ കുടുങ്ങിയില്ലേ? ഇല്ല, അവിടെ കുടുങ്ങി. ആ കുടുക്ക് വലിയ കുടുക്കാണത്, ഇപ്പോഴത്തേനേക്കാൾ വലിയ കുടുക്കാണ് അവിടെ. ആലോചിച്ച് നോക്കൂ. അവിടുത്തെ സുഖങ്ങളും അവിടുത്തെ ഭോഗങ്ങളും ഒക്കെ അങ്ങോട്ടായിട്ട് ആ ആനന്ദത്തിൽ അവിടെ അങ്ങനെ കുടുങ്ങി കിടക്കണമെന്ന് മനസ്സിലാലോചിച്ച് നോക്കൂ. പോരാൻ തോന്നുമോ? ഇല്ല. വലിയ പ്രശ്നമാണ്. ദുരത്യ എന്ന് പറഞ്ഞ വാക്ക് നല്ലോണം ശ്രദ്ധിക്കുക. അപ്പം പിന്നെ എന്തായിരുന്നു പരിഹാരം? മാമേവയെ പ്രപദ്യന്ത, എന്നെ തന്നെ ആര് ശരണം പ്രാപിക്കുന്നുവോ, എന്നെ തന്നെ, എന്നെയും മറ്റു പലതിനെയും അല്ല, എന്നെയും മറ്റു പലതിനെയും അല്ല. നമ്മൾ പലപ്പോഴും അങ്ങനെയാ ഇല്ലേ? ഭഗവാനെ രക്ഷിക്കണേ,
എന്തിന്? എവിടുന്ന്? ഭഗവാനേന്ന് വിളിച്ചതിന് പിന്നാലെ എന്തെങ്കിലും ഒന്ന് വരും. അതില്ലേന്ന് വെച്ചാൽ പ്രശ്നമല്ല. എന്തെങ്കിലും ഒന്ന് വരും. അനുഗ്രഹിക്കണേന്നോ രക്ഷിക്കണേന്നോ ഇല്ലേ, എന്തെങ്കിലും ഒന്ന് വരില്ലേ? പോയില്ലേ, കഴിഞ്ഞില്ലേ? അവിടെ ഏവയല്ലല്ലോ, സാമ ഏവ അല്ല, മറ്റു പലതിനെ ആശ്രയിച്ചു. ഏവ എന്നുള്ളതിന് വലിയ അർത്ഥമുണ്ട്. ഇതിൻ്റെ ഈ 7-ാം അധ്യായത്തിലെ ഈ 14-ാം ശ്ലോകത്തിൻ്റെ ഒരു അനുവാദം പിന്നെ വരുന്നുണ്ട് 18-ാം അധ്യായത്തിൽ. അവിടെ ഈ ദുരത്തേയാന്ന് പറഞ്ഞത് എങ്ങനെയാന്ന് വിശദീകരിക്കുന്നുണ്ട്. യന്ത്രാരൂഢാനി മായയ. മായ, ഈ മായ ഉണ്ടല്ലോ, മമ മായ, ഈ മായയാൽ യന്ത്രാരൂഢന്മാരാക്കപ്പെടുകയാണ് നമ്മൾ. അങ്ങനെ യന്ത്രാരൂഢന്മാരാക്കി മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ കറങ്ങുക തന്നെ, വേറെ വഴിയില്ല. അപ്പോൾ ഇവിടെ ജ്ഞാനികളൊന്നും ആയിട്ടില്ല. അപ്പോൾ അവിടെ ഇപ്പോൾ കറങ്ങണേ ഉള്ളൂ. ദുരത്തെയാ. അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് ചിന്തിക്കാം. ഇപ്പം ഈ ഫ്ലോ വിട്ടുപോണ്ട, അത് നമുക്ക് ചിന്തിക്കാം. അവർക്ക് സങ്കല്പം ഉണ്ടാവുമെന്ന് വെച്ചാൽ സങ്കല്പം ഉണ്ടാവും. സങ്കല്പം ഉണ്ടാവണമല്ലോ, ആവുമല്ലോ. അതുകൊണ്ടാണല്ലോ ജ്ഞാനി പരമമല്ല എന്ന് പറയണത്. വിജ്ഞാനസ്തുതിയും ജ്ഞാനസ്തുതിയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. ശരീരമുള്ള കാലത്തോളം, മനസ്സ് ബുദ്ധി തുടങ്ങിയവയുള്ള കാലത്തോളം സങ്കല്പങ്ങളും വികല്പങ്ങളും ഉണ്ടാകും. അപ്പോൾ പിന്നെ എന്താണ് ഈ വിജ്ഞാനിയുടെ വിശേഷം? ആ സങ്കല്പ വികല്പങ്ങളെ കേവല സാക്ഷിയായി നോക്കിക്കാണാൻ കഴിയുന്നു, അത്രയേ ഉള്ളൂ. അല്ല, സങ്കല്പം ഇല്ല എന്ന് പറഞ്ഞാൽ ശരീരമില്ല, സങ്കല്പം ഇല്ല എന്ന് പറഞ്ഞാൽ ശ്വാസം അകത്തേക്ക് പോവില്ല. ജ്ഞാനി ശരീരത്തിൽ ജീവിക്കുന്നുണ്ടോ? ഉണ്ട്. ഉണ്ടെങ്കിൽ ശ്വാസം എടുക്കണുണ്ട്. ശ്വാസം എടുക്കണുണ്ടെങ്കിൽ സങ്കല്പം വേണം. വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ സങ്കല്പം വേണം. പിന്നെന്താ വ്യത്യാസം? അവിടെ തീർത്തും സാക്ഷിഭാവത്തിൽ അതിനാൽ അലിപ്തനായി കഴിയാൻ കഴിയുന്നു. ഇത്രയേ വ്യത്യാസമുള്ളൂ. അല്ലാണ്ട് ജ്ഞാനിക്ക് സങ്കല്പമില്ല എന്നൊക്കെ പ്രഭാഷകന്മാർ പറയണത് കേൾക്കും നമ്മൾ. അതൊന്നും കേട്ട് വിശ്വസിക്കണ്ട. സങ്കല്പമില്ലെങ്കിൽ വായു അകത്തേക്ക് പോവില്ല. എങ്ങനെയാ തൻ്റെ ശരീരത്തിനുള്ളിലേക്ക് വായു എടുത്ത്? സ്വാമി, അത് അറിയാണ്ട് നടക്കുന്ന പ്രക്രിയയാണ്. അറിയാണ്ടൊരു പ്രക്രിയ നടക്കില്ല, അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അതെ, അത് തന്നെയാണ്. ഉപാധിധർമ്മമാണെന്നുള്ള തിരിച്ചറിവിൽ സാക്ഷിഭാവത്തിൽ കഴിയുന്നു വിജ്ഞാനി, അത്രയേ ഉള്ളൂ. അവിടെ സങ്കല്പങ്ങളില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഇപ്പം ശാസ്ത്രത്തിൽ പറയും സങ്കല്പങ്ങളില്ല അവർക്ക് എന്ന് പറയും. അതിൻ്റെ അർത്ഥം സങ്കല്പം ഇല്ല എന്നല്ല, മറിച്ച് ബന്ധകാരികളായ സങ്കല്പങ്ങൾ അവർക്കുണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ശരി, അപ്പോൾ എന്താണ് ഈ ദുരത്തെ തരണം ചെയ്യാൻ വഴി? അപ്പോൾ പറയുന്നു മാമേവയെ പ്രപദ്യന്തെ, എന്നെ തന്നെ ആര് ശരണം പ്രാപിക്കുന്നുവോ. അത് ഈ നമ്മുടെ നാട്ടിൽ വലിയ യന്ത്ര ഊഞ്ഞാലുകൾ നമ്മളൊക്കെ കയറിയിട്ടുണ്ടാവും. കയറാത്തവരാരെങ്കിലും ഉണ്ടോ? കയറാത്തവരുണ്ടോ? കയറാത്തവരുണ്ടെങ്കിൽ കയറണം നിർബന്ധമായിട്ട്. അതെ, കയറണം. കയറാത്തവരുണ്ടെങ്കിൽ കയറണം. വലുത്, ചെറുതിലല്ല. ചെറിയ യന്ത്ര ഊഞ്ഞാലിൽ കയറിയിട്ട് കാര്യമില്ല, വലുത്. അത് നാടനിൽ കയറണം, അല്ലാണ്ട് നാടൻ യന്ത്ര ഊഞ്ഞാലിൽ. അല്ലാണ്ട് ഇന്നിപ്പോൾ വലിയ എന്താ പറയുക, ലണ്ടൻ ഐ അങ്ങനത്തേലൊക്കെ ഉണ്ട്, അതിലൊന്നും കയറിയിട്ട് കാര്യമില്ല.
അപ്പം വഴിയിൽ കൂടെ നടന്നു പോകുമ്പോൾ ഇത് കണ്ടു. അതൊരു വഴിയോര കാഴ്ചയായിട്ട് എടുത്താൽ മതിയായിരുന്നു, എന്നാൽ ഒരു പ്രശ്നമില്ല. പക്ഷെ കണ്ടപ്പോൾ തോന്നി, എന്ത് തോന്നി? ഇതിൽ കയറിയാൽ നല്ലൊരു സുഖം ഉണ്ടാവും തോന്നി. കാരണം ഇത്ര ആൾക്കാർ കൊട്ടയിൽ കയറി ഇരിക്കണ സുഖം ഉണ്ടായത് കൊണ്ടാണല്ലോ എന്ന് തോന്നി. അല്ലെങ്കിൽ കയറി ഇരിക്കുമോ വെറുതെ വഴി പോണവർ? അല്ല, അപ്പം അവർക്ക് സുഖം ഉണ്ടായിട്ടുണ്ടാവും, എനിക്കും സുഖം ഉണ്ടാവും. ഞാൻ മെല്ലെ പോയി അതിൻ്റെ ചുറ്റുമൊക്കെ ചുറ്റിപ്പറ്റി നിന്നു. അതെ, ഇതിന് മുകളിൽ കയറിയാൽ സുഖം ഉണ്ടാവുക, നല്ല സുഖം ഉണ്ടാവും. എന്നാൽ എന്നെ കയറ്റുമോ? ഇല്ല, പൈസ തരണം, ടിക്കറ്റ് എടുക്കണം. അങ്ങനെ കയ്യിലുള്ള പൈസയും കൊടുത്തു, ഇനി പൈസയും ഇല്ല, മുഴുവൻ കൊടുത്തു, ടിക്കറ്റ് എടുത്തു, അതിൽ കയറിയിരുന്നു. നല്ല സുഖക്കേടൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. കാരണം അതിങ്ങനെ പതുക്കെ 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 നീക്കിയിട്ടാണ് പുതിയ ആൾക്കാരെ കയറ്റണത്. ഇതിനനുസരിച്ച് ഞാൻ പൊങ്ങി 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 മുകളിൽ പോകുന്നുണ്ട്. മുകളിൽ പോകുമ്പോൾ എന്തൊരു അഭിമാനമെന്നറിയാം, നല്ല സുഖമുണ്ട്, ചുറ്റുപാട് മുഴുവൻ കാണുന്നുണ്ട്, വളരെ സുഖം. അങ്ങനെ പതുക്കെ രണ്ടാമത് ഞാൻ താഴാൻ തുടങ്ങി. അപ്പോഴൊന്നും സുഖത്തിനൊരു കുറവുമില്ല, നല്ല സുഖമാണ്. എല്ലാ സീറ്റും ഫുള്ളായി. അഥവാ അവന് സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമായി. അവൻ മോട്ടോർ ഓൺ ചെയ്തു. എൻ്റെ ഭഗവാനെ, സുഖസ്വപ്നം ഇരുന്ന ഞാൻ എന്തായി, മുകളിലേക്ക് പോകുമ്പോൾ ആകെ വിഷമായി. അവിടുന്ന് ഇറക്കണ്ട്, വീഴാണ്, എന്താ ഒന്നും മനസ്സിലാവണില്ല. സാറിൽ അടുത്തതിൽ സുഖം ഉണ്ടാവുമെന്ന് വിചാരിച്ചു. രണ്ടാമത്തെ സ്പീഡ് കൂടാൻ തുടങ്ങി. എൻ്റെ സ്പീഡ് കൂടുന്നതിനനുസരിച്ചുള്ള സ്ഥിതി എന്താ? ഒരു ഭാഗത്ത് ഭയം, മറ്റൊരു ഭാഗത്ത് ഉള്ളിലുള്ള മുഴുവൻ പുറത്തേക്ക് വരികയാണ്. ഛർദിക്കുകയാണോ, കൊഴുപ്പ് വായിൽ വന്നു, ഉപ്പുവെള്ളം വന്നു, എല്ലാം വന്നു, ആകെ പ്രശ്നം. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കണം, ഉപ്പുവെള്ളം വായിൽ നിന്ന് മാത്രമല്ല മുകളിൽ നിന്നും വരുന്നുണ്ട്. മുകളിൽ നിന്ന് ആൾക്കാർ മൂത്രമൊഴിക്കണമൊക്കെ എൻ്റെ ദേഹത്തേക്ക് ആവുന്നുണ്ട്, ഞാൻ താഴത്തേക്ക് ഞാൻ വരുമ്പോൾ. അതുകൊണ്ട് ഇത് സ്പീഡ് കൂടുതലല്ലാണ്ട് കുറയണില്ല. കണ്ണു പൂട്ടി നോക്കി, രക്ഷയില്ല, നിവൃത്തിയില്ല. ഇനിയിപ്പോൾ ചാടാൻ പറ്റുമോ? ഞാൻ നിശ്ചയിച്ചു ചാടും. ചാടാൻ നോക്കുമ്പോഴത്തേക്ക് മുകളിലെത്തി, പിന്നെന്ത് ചെയ്യും? ചാടുന്ന് ഉറപ്പിച്ചതാ. എവിടെ ചാടാൻ പറ്റണ? ചാടാൻ പറ്റില്ല, കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇനി ഒറ്റ വഴിയേ ഉള്ളൂ, ഈ ജഗത് യന്ത്ര പ്രവർത്തയിതാവുണ്ടല്ലോ, അവനെ വിളിക്കുക. ഒന്ന് നിർത്തി തരുമോ? വെറുതെ നിർത്തുവോ? തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത. ഹേ ഭാരത, സർവഭാവത്തോടും കൂടി അവനെ ശരണം പ്രാപിച്ചോളൂ, വേറെ വഴിയില്ല. അവനെ തന്നെ ശരണം പ്രാപിക്കുക. അപ്പം അവനോട് നിർത്താൻ പറഞ്ഞാൽ നിർത്തി തരുമോ? എന്താ അഭിപ്രായം? നിർത്തില്ല. അവൻ നിർത്തുക, കണക്ക് കൂട്ടുക, അതിന് നഷ്ടമാണ്. അപ്പം പറയേണ്ടി വരും, അടുത്ത പ്രാവശ്യം ഇറങ്ങുമ്പോൾ വിളിച്ചു പറയേണ്ടി വരും, ഞാൻ നഷ്ടപരിഹാരം തന്നോളാമേ എന്ന് വിളിച്ചു പറയേണ്ടി വരും. അപ്പോഴത്തേക്ക് ഇത് മുകളിലെത്തും, പാചകം പൂർത്തിയാക്കാൻ പറ്റില്ല. 1-2 പ്രാവശ്യമൊക്കെ പറഞ്ഞാലേ അയാൾ കേൾക്കുള്ളൂ. അപ്പം നഷ്ടപരിഹാരം കൊടുക്കാൻ തയ്യാറായാൽ ചിലപ്പോൾ അയാൾ ഇത് ഓഫാക്കും. സമാധാനം ഇല്ലേ? ഒരുവിധം രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞ് അയാൾ വീണ്ടും കറക്കി. അത്രയേ ഉള്ളൂ. ഞാൻ ഒരുവിധം രക്ഷപ്പെട്ടു. ഇനി എന്നെ പിടിച്ച് വലിച്ചാൽ ഞാൻ പോവില്ല, ഒരു രക്ഷയില്ല. അതെ, ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു 6 ഡയമെൻഷൻ അനുഭവ കസേരയിൽ പോയി ഇരുന്നു. 7 മിനിറ്റേ ഉള്ളൂ. ഞാനിതിവിടെ പറഞ്ഞിട്ടുണ്ട്. ആ 7 മിനിറ്റ് അനുഭവിച്ചത് കഷ്ടപ്പാട് എനിക്കേ അറിയുള്ളൂ. പേടിച്ചിട്ടുണ്ടല്ലോ, എല്ലാം കൂടി ആകെ മൂത്രമൊഴിച്ചില്ല എന്നുള്ളത് സത്യം, എന്നാലും ആകെ പ്രശ്നമായി. ഹൃദയം നിൽക്കുമെന്ന് വരെ പേടിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞു ഒക്കെ കൂടി അവിടുന്ന് പുറത്തിറങ്ങി.
കസേരയിൽ നിന്ന് പുറത്തിറങ്ങി രണ്ട് കുട്ടികളെ നമ്മളെ പ്രലോഭിപ്പിച്ചിട്ടാണ് ഇതിൽ കയറ്റി കൊണ്ടുപോയത്. അവരെ പിടിപ്പെട്ടതാണ് ഞാനും ഇതിൽ പെടാൻ കാരണം. 2 മക്കൾ. അയ്യോ, അങ്ങനത്തെ അനുഭവം പറയാൻ വയ്യ കേട്ടോ, വയ്യ പറയാൻ. അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയപ്പോൾ അപ്പുറത്തൊരു ഗോസ്റ്റ് റൂമുണ്ട്. സ്വാമി നമുക്ക് അതിലും കൂടി ഒന്ന് വേടാ. ഞാനില്ല, നീ പൊയ്ക്കോ. ഞാനില്ല, നീ ആയിട്ടുള്ള കമ്പനി ഞാനില്ല. നീ ആയിട്ട് യാതൊരു കൂട്ടുകെട്ടില്ല. നീയായി നിന്റെ പാടായി, ഞാനായി എൻ്റെ പാടായി. കാരണം അവനെ നിർബന്ധിക്കണ എന്താ വെച്ചാ, ഞാനുണ്ടെന്ന് പറഞ്ഞാലേ അച്ഛനും അമ്മയും അതിന് കൊണ്ടുപോകുള്ളൂ. ടിക്കറ്റ് എടുക്കണ്ടേ? അപ്പോൾ അവർക്ക് പോകണമെങ്കിൽ ഞാൻ വേണം, സ്വാമി വേണം. സ്വാമിനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയിന്ന് പേര്, അതിന് വേണ്ടിയിട്ടാണ്. ഒരു ഗോസ്റ്റ് റൂം. ഇനി ഈ കണ്ട അനുഭവം തന്നെ സഹിക്കാൻ വയ്യ. ഇനി ഗോസ്റ്റിൻ്റെ അനുഭവം എന്തൊക്കെയാ ഉണ്ടാവുക ഭഗവാൻ? ഞാൻ ഇല്ല. അതെ, തമാശ പറയല്ല. ഇതൊക്കെ ഈ അടുത്ത് ഓർമ്മിക്കാനിടയായി. കാരണം ആ കുട്ടികളെ കഴിഞ്ഞ ആഴ്ച കണ്ടു ഞാൻ. സ്വാമിക്ക് ഓർമ്മ ഉണ്ടോ നമ്മൾ പോയതൊക്കെ? മറക്കുക ജീവിതത്തിൽ. പക്ഷെ നിന്നെ കണ്ടാൽ നീ പറഞ്ഞുകൊണ്ടാണ് തിരിച്ചറിഞ്ഞത്, അല്ലെങ്കിൽ തിരിച്ചറിയില്ല. കാരണം അന്നുള്ള കുട്ടികൾ കുറെ വലുതായിട്ടുണ്ട്, നല്ല വലുതായിട്ടുണ്ട്. ഇനി പെടില്ല. പക്ഷെ വേറൊന്ന് പെടും അപ്പുറത്ത് പോയിട്ട്. അപ്പം ഇപ്പുറത്തെ ഒരാൾ വേദാന്തം ഉപദേശിക്കുന്നുണ്ടാവും. വരൂ നിങ്ങൾക്ക് എല്ലാ ബന്ധനങ്ങളിൽ നിന്നും ഞാൻ രക്ഷ പ്രാപിപ്പിക്കാം. അതിൽ പോകും, ഒന്ന് അവിടെ പെട്ടു. ഇപ്പുറത്ത് ഞാൻ ജപം പഠിപ്പിക്കാം, അതിലെത്തും. അപ്പുറത്ത് ധ്യാനം പഠിപ്പിക്കാം, അതിലെത്തും. എന്തിലെങ്കിലും ഒന്ന് കുടുങ്ങിയാൽ മതിയാവും. ഒരു കുടുക്കില്ലാണ്ട് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റില്ല. എപ്പോഴും എന്തിലെങ്കിലും ഒന്ന് ചാരണം. വലിയ പ്രശ്നമുണ്ട്. വേറെ ഒന്നും ഇല്ലാണ്ട് ശരണം പ്രാപിക്കാൻ. എന്താ ഈ ശരണം പ്രാപിക്കുക എന്ന് ആദ്യം മനസ്സിലാക്കുക. അതിലാണ് ഏവ ശബ്ദത്തെ വിശദീകരിക്കുമ്പോഴാണ് ഇതൊക്കെ പറയുന്നതെന്ന് മനസ്സിലാക്കുക. നമ്മൾ കഴിഞ്ഞ മാസത്തെ മാസികയിൽ എഴുതിയിട്ടുണ്ട്. എത്ര പേര് വായിച്ചു എന്നറിയില്ല. ചിന്തക്കമ്മു എന്നൊരു, എത്ര പേര് വായിച്ചു എന്നറിയില്ല. ഈ കിട്ടിയില്ല? ചിന്തക്കമ്മു. അത് നല്ലോണം ശ്രദ്ധിച്ച് വായിക്കുക. അപ്പോൾ ഇതിന് മാം ഏവ എന്ന് പറഞ്ഞതിൻ്റെ സൂക്ഷ്മാർത്ഥം മനസ്സിലാവും. കാരണം നമ്മൾ ചിന്തിക്കുന്നതെല്ലാം എന്തെങ്കിലും ആസ്പദം വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഉപനിഷത്തിൻ്റെ സാരം സംഗ്രഹിച്ചൊരു പ്രകരണത്തിൽ നൈവ ചിന്യം നചാചിന്യം ന ചിന്യം ചിന്യമേവ തത് എന്ന് പറയുന്നത്. ചിന്യമല്ല ഒട്ട് അചിന്യമല്ല. എന്നാ ചിന്തയാണോ? ചിന്തയല്ല. എന്നാ ചിന്തയാണോ? അചിന്യമല്ല. പിന്നെ ഇപ്പം എന്താണത്? മാം ഏവ, എന്നെ തന്നെ. ഭഗവാനെ അവിടുത്തെ ജടാചൂടം കണ്ടിട്ട് തന്നെ പോയി, അല്ലെങ്കിൽ അവിടുത്തെ നീലവർണ്ണം കണ്ടിട്ട്, അവിടുത്തെ പീലി കണ്ടിട്ട്. മാം ഏവയാണോ? അല്ല. ഏവ എന്നുള്ളതിൻ്റെ അർത്ഥം വളരെ സൂക്ഷ്മമായി വിചാരം ചെയ്യേണ്ടതാണ്, വളരെ സൂക്ഷ്മമായിട്ട്. നൈവചിന്യം. നൈവചിന്യം അതൊന്നോ? അതെന്ത്? നൈവചിന്യം ചിന്തിക്കപ്പെടേണ്ടതല്ല. നച്ച അചിന്യം ചിന്തിക്കപ്പെടേണ്ടാത്തതും അല്ല. ന ചിന്യം ചിന്തിക്കപ്പെടേണ്ടതല്ല. ചിന്യമേവ ചിന്യം തന്നെയാണ്. അതെന്താണ്? പക്ഷപാത വിനിർമുക്തം ബ്രഹ്മസമ്പദ്യതേ തഥാ. പക്ഷപാത വിനിർമുക്തമായ ബ്രഹ്മത്തെ അപ്പോൾ പ്രാപിക്കും. ഇതിൻ്റെ രഹസ്യം അറിഞ്ഞാൽ. ഇത് വാക്കുകൊണ്ട് പറയേണ്ടതല്ല.
വാക്കുകൊണ്ട് പഠിപ്പിച്ചു എന്ന് അഭിമാനിക്കുന്നവർ പഠിപ്പിച്ചു എന്ന് അഭിമാനിക്കും, പഠിച്ചു എന്ന് അഭിമാനിക്കുന്നവർ പഠിച്ചു എന്നും അഭിമാനിക്കും. ഇത്രയേ ഉള്ളൂ. എല്ലാം ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. മാം ഏവ, എന്നെ തന്നെ ആര് ശരണം പ്രാപിക്കുന്നുവോ തേ അവർ മായാം തരന്തി. ഇതിൻ്റെ വിശദീകരണം വേണമെങ്കിൽ സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ എന്നുള്ള ഭാഗത്ത് നമുക്ക് ലഭിക്കും. സർവാധർമാൻ പരിത്യജ്യ അല്ല, സർവധർമ്മങ്ങളെയും ഉപേക്ഷിച്ച് എന്നെ പ്രാപിക്കൂ എന്നല്ല, സർവധർമ്മങ്ങളെയും. അവിടെ ആ ധർമ്മശബ്ദത്തിൽ എന്തെല്ലാം അന്തർഭവിക്കും, സൂക്ഷ്മ വിചാരം ചെയ്യാം. അനന്യത എന്ന് പറഞ്ഞാൽ മതി, അനന്യത എന്ന് പറഞ്ഞാൽ മതി. പറയാനും പ്രസംഗിക്കാനും ഒക്കെ വളരെ വളരെ എളുപ്പമാണ്. അപ്പം ഇതല്ലാതെ വേറെ വഴിയില്ല. കഴിഞ്ഞ ദിവസം ഒരാൾ അയാൾ നല്ലൊരു മാന്ത്രികനാണ്. മാന്ത്രികൻ ഇന്ദ്രജാലക്കാരനാണ്. ഇന്ദ്രജാലക്കാരൻ, മാന്ത്രികൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തെറ്റിദ്ധരിക്കും. ഇന്ദ്രജാലക്കാരനാണ്, വലിയ ഒരുപാട് അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ഇന്ദ്രജാലക്കാരനാണ്. ഇപ്പോൾ വെറുതെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ 2 കുട്ടികൾ വന്നു. കുട്ടികൾ വന്ന ഉടനെ ഇയാൾ കുട്ടികളെ പിടിക്കാനായി. ഇയാൾ ഒരു വിരൽ മുറിച്ച് കളഞ്ഞു. ഇയാളൊരു വിരൽ മുറിച്ച് പേടിപ്പിച്ചു കുട്ടികളെ. അപ്പോൾ കുട്ടികൾ പറഞ്ഞു, മാമ എനിക്ക് ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാണിച്ചു തരാമോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ വേറെ ഒന്ന് കാണിച്ചു. അപ്പോൾ കുട്ടികൾ ആ വിരൽ മുറിച്ച് എനിക്കും വലിയ അത്ഭുതമായി പോയി. അപ്പോൾ അയാൾ പറയണു, ഒന്നും ഇപ്പോൾ കാണിക്കാൻ പറ്റില്ല, എൻ്റെ അടുത്ത് സാധനങ്ങളൊന്നുമില്ല, മാജിക്ക് കാണിക്കാൻ തയ്യാറായിട്ടല്ലല്ലോ ഇപ്പോൾ ഉള്ളത്, നമ്മളിങ്ങനെ നിൽക്കണമല്ലേ, ഇപ്പോൾ എന്താ ഇപ്പോൾ ചെയ്യാം? ശരി, അപ്പോൾ ഒരു കാര്യം ചെയ്യാം, എൻ്റെ പോക്കറ്റിലുള്ള നാണയം നിൻ്റെ പോക്കറ്റിലാക്കി തരാം. അപ്പം അത് കാണിച്ചപ്പോൾ എനിക്കൊരു അത്ഭുതവും ഇല്ല. എന്താ അത് വിരൽ മുറിച്ചപ്പോൾ അത്ഭുതപ്പെട്ട ഞാൻ അത്ഭുതപ്പെടാൻ എന്ത്, ഇത് ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട് ഇതിൻ്റെ രഹസ്യം. അത് പണ്ട് ഞാനും സണ്ണി എന്നുള്ളൊരാളും കൂടി ഒറ്റയ്ക്ക് കൊടജാദ്രി താമസിക്കുന്ന കാലത്ത്, സന്യാസനൊക്കെ മുമ്പാണ്, സന്യാസത്തിന് മുമ്പുള്ള കാലമാണ്. ആ കാലത്ത് അയാൾ കാണിച്ചു തന്നു. എനിക്ക് അത്ഭുതമായി. ഞാൻ വീണ്ടും കാണിക്കാൻ പറഞ്ഞു, വീണ്ടും കാണിച്ചു തന്നു, വീണ്ടും കാണിക്കാൻ പറഞ്ഞു, വീണ്ടും കാണിച്ചു തരും. 10 പ്രാവശ്യം കാണിച്ചിട്ട് അത്ഭുതം പോകണില്ല. ഞാൻ ചോദിച്ചു, രഹസ്യം ഒന്ന് കാണിച്ചു തരുമോ? അപ്പോൾ അയാൾ, ഓ സ്വാമിക്ക് കാണിച്ചു തരാം. അങ്ങനെ കാണിച്ചു തന്നു. പക്ഷെ ഇനി രസം പോയില്ലേ? എന്ത് ഇനി ഇത് കാണിച്ചാൽ നിങ്ങൾക്ക് അതിൽ യാതൊരു രസവും ഉണ്ടാവില്ല. അപ്പം അതിൻ്റെ രഹസ്യം ഞാൻ മനസ്സിലായി. ഇത് ചെയ്യാനറിയില്ല, പക്ഷേ രഹസ്യം മനസ്സിലാക്കി. അതുകൊണ്ട് അതേ പരിപാടി ഇയാൾ കാണിച്ചപ്പോൾ കഴിഞ്ഞ ആഴ്ച എനിക്കൊരു അത്ഭുതമില്ല. പക്ഷെ കുട്ടികൾ അത്ഭുതപ്പെട്ടു. ഇനിയാണ് അടുത്ത ഭാഗം പറയാൻ പോണത്. ഈ കുട്ടികളുടെ അച്ഛനും അമ്മയും കൊണ്ടുവന്നിട്ട് സ്വാമീൻ്റെ അടുത്തൊരു 10 മിനിറ്റ് ചിലവാക്കണം എന്നും പറഞ്ഞിട്ടാണ് വന്നത്. കുട്ടികൾ 2 അയാളെ കൂടെ പോയി. എനിക്ക് കുട്ടികളെ 2 നഷ്ടപ്പെട്ടു. എനിക്ക് 2 കുട്ടികളെ നഷ്ടപ്പെട്ടു. ആ ദുഃഖത്തിലാണ് ഞാനിപ്പോൾ. 2 കുട്ടികളെയും കൊണ്ട് അയാൾ പോയി. പറഞ്ഞതിൻ്റെ അർത്ഥം എത്ര പേർക്ക് മനസ്സിലായി എന്നറിയില്ല. പോക വേദാന്തമേ നീന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം.
അർത്ഥം എത്ര പേര് മനസ്സിലായി എന്നറിയില്ല. ഈ ചമൽക്കാരങ്ങളിൽ പെട്ടു ലോകം. അവർ പോയി, അയാൾ 2 കൈയും തൂങ്ങി, 2 കുട്ടികളും പോയി. ഞാനും ഈ കുട്ടികൾ 2 അച്ഛനും അമ്മയും മേപ്പോട്ട് നോക്കിയിട്ട്. ഇതാണ് ലോകം. ഇത് കഥയല്ലത്, ഇതൊക്കെ ഉള്ളതാണ് പറയണത്. ഞാനായിട്ട് കുറച്ചും കൂടിയൊക്കെ ശിഷ്യപ്പെട്ട് പഠിച്ചിരുന്നെങ്കിലോ എന്ന് ആഗ്രഹിച്ചു പോയി. ഇത് കുറച്ചും കൂടി ശിഷ്യപ്പെട്ട് പഠിച്ചിരുന്നെങ്കിലോ, എന്നാൽ അയാളെ അടുത്തുള്ള 2 കുട്ടികളെ എനിക്ക് ഇങ്ങോട്ട് കിട്ടുമായിരുന്നു, എന്നാൽ അവരെടുത്ത് ദക്ഷിണ കിട്ടുമായിരുന്നു. ഒക്കെ പോയി, സാരല്ല. ശരി. എന്ത് അത് കളിക്കാൻ അറിയുന്നവർ കളിച്ചാൽ കുഴപ്പമില്ല. ഈ സണ്ണിക്ക് വേണ്ട പോലെ കളിക്കാൻ അറിയില്ലായിരുന്നോ? അതും പറയണല്ലോ. ഇപ്പൊ സണ്ണി എവിടെയാണ്, ഉണ്ടോ, ജീവനോടുണ്ടോ? ഇത് ഇയാളിവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരാളത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അത് ചിലപ്പോൾ ഈ സണ്ണി കാണുമോ, കണ്ടാൽ നമ്മളായിട്ട് ബന്ധപ്പെടുമോ ഒന്നും അറിയില്ല. കൊല്ലം കുറേയായി. ഉണ്ടെങ്കിൽ ഇപ്പോൾ വൃദ്ധനായിട്ടുണ്ടാവും, വളരെ വൃദ്ധൻ. ഒരു 80 കഴിഞ്ഞിട്ടുണ്ടാവും, 80-90 ഉണ്ടാവും ഉണ്ടെങ്കിൽ. എന്താ സ്വാമി സണ്ണിക്ക് കളിക്കാൻ അറിയില്ല എന്ന് പറയണത്? അറിയാത്തതുകൊണ്ട് തന്നെ. രഹസ്യം പറഞ്ഞു തന്നാൽ മാത്രമല്ല, അതിന് വേറൊരു കാരണമുണ്ട്. അവിടെ ഒരു പെൺകുട്ടി വന്നു സന്ധ്യയായിട്ടുണ്ടാവും. എൻ്റെ ജീവിതത്തിൽ അതിന് മുമ്പും അതിന് പിമ്പും ഇത്രയൊരു സുന്ദരിയെ കണ്ടിട്ടില്ല. ഒരു 18 വയസ്സ് 17 വയസ്സ് 17-18 വയസ്സുണ്ടാവും. ആ കുട്ടി അന്ന് വെളുത്ത വാവാണ്, അതുകൊണ്ട് അന്ന് ചിത്രമൂലയിൽ ഇരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ആ കുട്ടിക്ക് മലയാളം ശരിക്കും അറിയില്ല, എനിക്ക് കന്നഡയും ശരിക്കും അറിയില്ല. എങ്കിലും ഞങ്ങൾ 2 ആളും സംസാരിച്ച്, അവിടെ ആരുമില്ല, മോള് പോയിക്കോളൂ എന്ന് നമ്മളും പറഞ്ഞു. സണ്ണി സ്ഥലത്തില്ല, സണ്ണി അവിടെ എവിടെയോ കാട്ടിൽ അലയുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞ് സണ്ണി വന്നു. അപ്പോൾ സണ്ണി മനസ്സിലാക്കിയിട്ടുണ്ട് ഇങ്ങനെ ഒരു പെൺകുട്ടി അവിടേക്ക് പോയിട്ടുണ്ട്. രാത്രി ആയപ്പോൾ സണ്ണി പറഞ്ഞു, എനിക്കിന്ന് ചിത്രമൂലയിൽ പോകണം. ഞാൻ പറഞ്ഞു പോകണ്ടെന്നു. അല്ല പോകണം, ഇന്ന് വാവാണ്, വെളുത്ത വാവാണ്, ഇന്ന് അവിടെ ദേവിയെ പ്രത്യക്ഷയാക്കാൻ പറ്റുന്നു. വേണ്ട, പോവാതിരിക്കണ നല്ലത്. അല്ല എനിക്ക് പോകണം. എന്നാൽ താൻ പോയിക്കോന്നും പറഞ്ഞു. അല്ലാണെന്താ. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഓടി കതച്ച് വരുന്നു പാവം. നന്നായിട്ട് രക്തം വാർന്നൊഴുകിയിട്ട് ദേഹം മുഴുവൻ രക്തമാണ്, ഒരിടമില്ലാതെ. ഒരാൾ വേദനിക്കുന്നത് കണ്ട അങ്ങനെ ദുഃഖിക്കുന്ന സന്തോഷിക്കുന്ന സ്വഭാവമൊന്നും നമുക്കില്ല പൊതുവേ. പക്ഷെ അന്ന് ചിരിച്ചു, നല്ലോണം ചിരിച്ചു, നന്നായി പറഞ്ഞു. അതാണെന്താ, ഞാൻ നേരെ പറഞ്ഞല്ലേ പോണ്ടെന്ന് ആവണ പറഞ്ഞതാണ്. എന്നിട്ട് എനിക്ക് പോയേ തീരൂ, ദേവിയെ പ്രത്യക്ഷമാക്കണം. ഞാൻ എന്ത് ദേവിയാണെന്ന് എനിക്കറിയാം, എന്തിനാണ് ഇന്ന് പോകണമെന്ന് എത്ര ആഗ്രഹിച്ചതെന്ന് എനിക്കറിയാം. അപ്പോൾ അവിടുന്ന് ചിത്രമൂലയിലേക്ക് പോകുന്ന വഴിക്ക്, സർവജ്ഞപീഠം കഴിഞ്ഞ് ചിത്രമൂലയിൽ പോകുന്ന വഴിക്ക് കുത്തനെയുള്ള ചില ഇറക്കങ്ങളുടെ ഭാഗത്ത് ഒരു പ്രത്യേകതരം ചെടിയുണ്ട്, 2 ഭാഗത്തേക്കും മുള്ളായിട്ട്. അതിനുള്ളിൽ വീണതാ പാവം. അതിൽ നിന്ന് വരാൻ ശ്രമിക്കുമ്പോൾ ഇപ്പുറത്ത് കൊത്തും, ഇപ്പുറത്ത് കൊത്താൻ ഇപ്പുറത്ത് കൊത്തും. ഇന്ന് 2 ഭാഗത്തേക്ക് മുള്ള, ഇങ്ങനെ അതിൽ വീണതാ പാവം.
പോയിട്ട് മുഴുവൻ ജുബയും കീറി, തോലും കീറി, തൊലി മുഴുവൻ കീറിയിട്ടുണ്ട്. അതിങ്ങനെ രക്തം വരുമോ? നന്നായിട്ട് രക്തം വെച്ചിട്ടാവും. വേണ്ടാത്ത പണിക്ക് നിൽക്കേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ? അതുകൊണ്ടാണ് പറഞ്ഞത് മരണം അറിയില്ല, വേറൊന്നും കൊണ്ടല്ല. ഇതൊന്നും കഥകളല്ല, അതൊക്കെ ജീവിതാനുഭവങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. ശരി, അപ്പം മാമേവ, എന്നെ തന്നെ ആര് ശരണം പ്രാപിക്കുന്ന അവർ ഈ മായയെ തരണം ചെയ്യും. മായാവിയെ ശരണം പ്രാപിച്ചാൽ പിന്നെ മായ ബാധിക്കില്ല. അയാൾ മായാരഹസ്യം വെളിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മായ ബാധിക്കില്ല. ഇതല്ലാതെ വേറെ വഴിയില്ല. ഇവിടെ സൂക്ഷ്മമായി വേദാന്ത അനുസൃതമായി മാം ഏവ എന്നുള്ളതിനെ ശ്രദ്ധിക്കുക. അത് കേവലം ഭക്തിശാസ്ത്രത്തിൽ നമ്മൾ നിരൂപണം ചെയ്യുന്ന അനന്യഭക്തി എന്നുള്ളതൊന്നും അല്ല. അതിനൊക്കെ ഉപരി ഈ പ്രകൃതിയുടേതായ യാതൊരു ഭാവവികാരത്താലും ബദ്ധരാവാതെ ശരീരേന്ദ്രിയ മനോബുദ്ധികളാകുന്ന ഉപാധികൾക്കപ്പുറത്ത് കേവലമായ സത്യസ്വരൂപം മാത്രം എന്നുള്ളതാണ്. അതാണ് സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ എന്നുള്ളിടത്തെ ഏകശബ്ദാർത്ഥവും അതുതന്നെയാണ്. അതേ അർത്ഥമാണ് മാം ഏവ എന്നുള്ളത്. ബാക്കിയെല്ലാം ചമൽക്കാരങ്ങളാണ്, ബാക്കിയെല്ലാം ചമൽക്കാരങ്ങൾ. ബ്രഹ്മചര്യവും ഗാർഹസ്ഥ്യവും വാനപ്രസ്ഥവും സന്യാസവും ഒക്കെ ചമൽക്കാരാണ്. എല്ലാം ഇതിൽ പെട്ടതാണ്. വർണ്ണാശ്രമാദി ഭേദങ്ങൾ അതൊക്കെ ധർമ്മത്തിൽ പെട്ടതാണല്ലോ. അതാണ് സർവധർമാൻ പരിത്യജ്യ. ഈശ്വരനും അപ്പുറത്തല്ലേ ഇത്? ഈശ്വരൻ മായായുക്തനല്ലേ? ഈശ്വരൻ മായായുക്തനല്ലേ? അപ്പൊ ഈ തലം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം വിദ്യായുക്തൻ ഈശ്വരനും അവിദ്യായുക്തൻ ജീവനുമാണ്. താമസി പ്രകൃതിയിൽ നിന്നാകുന്നു ജഗത് സൃഷ്ടി. അപ്പം ഈശ്വര ജീവജഗത്തുകൾക്കെല്ലാം ഉപരിയുള്ള കേവല സ്വരൂപം എന്ത്? ഇല്ല, കേവല സ്വരൂപത്തിൽ അവിദ്യയില്ല, വിദ്യയില്ല. അതാണ് ഇത് ഏറ്റവും മനോഹരമായിട്ട് നമ്മുടെ ശാസ്ത്രങ്ങളിൽ ഏറ്റവും മനോഹരമായിട്ട് തോന്നുന്നത്. അതിനേക്കാൾ മനോഹരം ഇല്ല എന്നല്ല പറഞ്ഞത്, നമ്മൾ കണ്ടിട്ടില്ല എന്നാണ്. നമ്മളെല്ലാം കണ്ട ആളല്ലല്ലോ. നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ട് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു വരിയാണ്: ത്രിഭുവന സീമ കടന്ന് തിങ്ങി വിങ്ങും, ത്രിപുടി മുടിഞ്ഞ് തിളങ്ങിടുന്ന ദീപം. അത്ര മതി. കപടയതിക്ക് കരസ്ഥമാകുവീരെന്ന് ഉപനിഷദുക്തി രഹസ്യം. അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഈ പദപ്രയോഗം ഉണ്ടല്ലോ, അതിനേക്കാൾ സ്പഷ്ടമായിട്ട് വേറൊരു സ്ഥലത്ത് കണ്ടിട്ടില്ല. ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല, നമ്മൾ കണ്ടിട്ടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതെ, അതുണ്ട്. പക്ഷെ ഈ ഒരു വർണ്ണനയുടെ വിശേഷം ഓരോരുത്തർക്കും ഓരോന്നാണ് ഹൃദ്യമായി തോന്നുക. നാമേവയെ പ്രപദ്യന്തെ ഏവ. അവിടെ ത്രിപുടി എല്ലാം മുടിഞ്ഞു. ത്രിപുടി മുടിഞ്ഞാൽ മാത്രമേ ഏവ എന്ന് പറയാൻ പറ്റൂ, അല്ലെങ്കിൽ ഏവ പറയാൻ പറ്റില്ല.
അതെ, അവിടെ ചലനം എല്ലാം മായികമാണെന്ന് പറയുമ്പോൾ ഈ ചലനം എന്നുള്ളത് തന്നെ ആപേക്ഷികമാണ്. മായ എന്ന് പറയുന്നത് ആപേക്ഷികമാണ്, മായാവി എന്ന് പറയുന്നത് ആപേക്ഷികമാണ്. ആനന്ദാനുഭവം മായികല്ലേ, ത്രിപുടിയല്ലേ, ത്രിപുടിയിൽപ്പെട്ടതല്ലേ. അനുഭവിക്കുന്നവനും അനുഭവിക്കപ്പെടുന്നതും എന്ന തലം അവിടെ ഉപേക്ഷിക്കുക എന്നുള്ള പദം ലോകത്തോട് പറയാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. അവിടെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞ ക്രിയയില്ല. അതും ലോകത്തോട് പറയാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത്. എന്തെങ്കിലും വാക്ക് പറയണ്ടേ? കാരണം പരമാർത്ഥം നമുക്ക് രണ്ട് വാക്യങ്ങളിൽ പഠിക്കാം. ഒരു വാക്യം മൗനം ചൈവാസ്മി ഗുഹ്യാനാം, അതാണൊരു വാക്യം ഗീതയിൽ നിന്ന്. ഗുഹ്യങ്ങളിൽ വെച്ച് ഞാൻ മൗനമാകുന്നു. അതിൻ്റെ തന്നെ വിശദീകരണം നമുക്ക് ഉപനിഷത്തിലുണ്ട്. അതിൻ്റെ തന്നെ മൂലം ന വിജാനീമോ യഥൈതത് അനുശിഷ്യാത്, ഇതിനെങ്ങനെയാണ് ഉപദേശിച്ചു തരേണ്ടതെന്ന് നമുക്കറിയില്ല. അതിൽ കവിഞ്ഞൊരു ശ്രുതിയില്ല. ഇതിനെങ്ങനെയാണ് ഉപദേശിക്കേണ്ടതെന്ന് നമുക്കറിയില്ല. ഗുരുവിൽ നമ്മൾ അജ്ഞാനം കൽപ്പിക്കില്ല എന്നുള്ളത് കൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മൾ അജ്ഞാനം കൽപ്പിക്കും. എന്ത്, ഞാൻ പഠിക്കാൻ പോയ ഗുരുനാഥന് വിവരമില്ല, അങ്ങനെ മനസ്സിലായി, എനിക്കിത് ഉപദേശിക്കാൻ അറിയില്ല എന്ന് അയാൾ തന്നെ തുറന്നു പറഞ്ഞു. അയാൾ തന്നെ തുറന്നു പറഞ്ഞു. അപ്പോഴാണ് ഇപ്പുറത്തുനിന്ന് ഞാൻ ഉപദേശിക്കാം എന്ന് പറഞ്ഞിട്ട് 1000 ആൾക്കാരുണ്ടാവും. അപ്പൊ ഓർമ്മിക്കേണ്ട നാമം കാലനേമിനിഹ. കാലനേമിയെ നിഹനിച്ചവനെ ഓർമ്മിച്ചോളൂ, ഇല്ലെങ്കിൽ കാലനേമിയിൽ നമ്മൾ കുടുങ്ങിപ്പോവും. വളരെ നല്ലൊരു നീക്കം ഉത്തരാഖണ്ഡ് ഗവൺമെന്റ് തുടങ്ങിയിട്ടുണ്ട്. ഓപ്പറേഷൻ കാലനേമി. ഇപ്പം അത് നിർത്തിയോന്നറിയില്ല. ഏതായാലും ഒരാഴ്ച കൊണ്ട് 1000 ചില്ലാൻ പേര് അറസ്റ്റിലായി. ഒരാഴ്ച കൊണ്ട് ജനങ്ങളെ വഞ്ചിക്കുന്ന, കാഷായ വസ്ത്രം ധരിച്ച് സന്യാസി നാമത്തോടു കൂടി ജനങ്ങളെ വഞ്ചിച്ച് ചില്ലാനുണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന ഒരു സന്യാസിട്ടുമില്ല, ഒന്നുമില്ല, സന്യാസമായിട്ട് യാതൊരു ബന്ധവുമില്ല. കളറ് വസ്ത്രം കൊടുക്കുന്നു, ആളെ പറ്റിക്കാൻ നടക്കുക. അതുകൊണ്ട് നമ്മളിപ്പോൾ ചെറിയൊരു ഭയത്തിലാണ് ഇവിടെ ഉള്ളത്. എന്താ സ്വാമിക്ക് എന്താ ഭയം? അല്ല, ഉത്തരാഖണ്ഡിലാണ് ഏറ്റവും അധികം ഉള്ളത്. അപ്പോൾ അവിടെ ഓപ്പറേഷൻ കാൽനേമി തുടങ്ങിയാൽ അവരൊക്കെ എങ്ങോട്ട് വരും? ദക്ഷിണത്തിലേക്ക് വരും. അതാണ് ഇപ്പോഴത്തെ ഒരു ഭയം. സത്യം തുറന്നു പറയുക. കാരണം അവിടെ കേരളത്തിൽ ആനന്ദാശ്രമത്തിൽ, പിന്നെ ഇവിടെ ആണ് ആദ്യം വരുന്നത്. പിന്നെ പല സ്ഥലത്തും പോകുന്നുണ്ട്. ആദ്യം വടക്ക്, ഏറ്റവും അധികം വടക്കുള്ളത് ആനന്ദാശ്രമമാണ്. അവിടെയാണ് പൊതുവെ സാധുസേവ നടക്കുന്നത്. അപ്പം എന്ത് വേണ്ടി വരും? സാധുസേവ മുഴുവൻ നിർത്തേണ്ടി വരും. മാതാ അമൃതാനന്ദമയി മഠം എടപ്പള്ളിയിൽ എയിംസ് ആരംഭിച്ചപ്പോൾ എല്ലാ സന്യാസിമാർക്കും സൗജന്യമായി ചികിത്സയായിരുന്നു. അതെ, സന്യാസിമാർക്ക് സൗജന്യ ചികിത്സയായിരുന്നു. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം, അതുകൊണ്ടാണ് പറയണത്. എന്തായി? എടപ്പള്ളി വരെ പാൻസും സൂട്ടും കോട്ടും ഇട്ട് പോയി അവിടെ എത്തിയിട്ട് മുട്ട വടിച്ച് മുഴുവൻ മുണ്ടനം ചെയ്ത് കാവി ഉടുത്ത് സ്വാമി രോഗാനന്ദ പുരി അല്ലെങ്കിൽ സ്വാമി രുഗ്ണാനന്ദ തീർത്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞത് അവർ പിടിച്ചു. സംഗതി ഇതാണ്. അവർ നിർത്തി. ഇപ്പോൾ സന്യാസിമാർക്ക് സൗജന്യമില്ല. ആർക്ക് പോയി? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ സന്യാസിമാർക്ക് സൗജന്യമില്ല. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മാർഗദർശക മഠത്തിൻ്റെ ആഭിമുഖ്യത്തിൽ അമ്മയായിട്ടും മറ്റും ചർച്ച ചെയ്തു. ഇപ്പോൾ മാർഗദർശക മഠത്തിൽ കത്ത് കൊടുത്താൽ അവർക്ക് സൗജന്യമുണ്ട്. ഒന്നുകിൽ പ്രസിഡന്റ് അല്ലെങ്കിൽ സെക്രട്ടറി കത്ത് കൊടുക്കണം. ഇപ്പം എത്ര നല്ലൊരു പദ്ധതി ഇല്ലാണ്ടാക്കിയതാരാ? എന്നിട്ട് പലരും കുറ്റം പറയും, അവിടെ ഒന്നും കിട്ടണില്ല.
ചിദാനന്ദപുരി സ്വാമിൻ്റെ അടുത്ത് പോയിട്ട് കത്തും തരുന്നില്ല. എല്ലാവർക്കും കത്ത് കൊടുക്കാൻ പറ്റുമോ? ഞാൻ ഒരാളെ സ്വാമി നെഞ്ചുവേദന നിവൃത്തിയില്ല എന്ന് പറഞ്ഞു, കത്ത് കൊടുക്കാൻ നോക്കുമ്പോഴാണ് ഒന്ന് അടുത്ത് വരുമെന്ന് പറഞ്ഞപ്പോൾ നാറിയിട്ട് വയ്യ, പിന്നെ അതിന് കത്ത് കൊടുക്കാൻ പറ്റുമോ? ചിന്തിക്കുക. ആ കത്ത് വാങ്ങാൻ വരുമ്പോഴെങ്കിലും പുക വലിക്കാണ്ട് വരണ്ടേ? ഇല്ലാണ്ട് അയാൾക്ക് എങ്ങനെയാണ് ഞാൻ കത്ത് കൊടുക്കുക? വലിയ പ്രശ്നമാണ്. അപ്പോൾ കാലനേമി വിളിക്കും, വരൂ വരൂ മന്ത്രദീക്ഷ ഉണ്ട് മന്ത്രദീക്ഷ ഉണ്ടെന്ന്. അപ്പം നമ്മൾ അവിടെ പോകും. എന്താ കാരണം? ഞാൻ ആദ്യം പോയാൾ എന്താ പറഞ്ഞത്? ന വിജാനീമോ യഥൈതനുശിഷ്യാത്. ഇതെങ്ങനെയാ ഉപദേശിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അതാണ് സത്യം. ചിന്തിക്കുക. ശരി. ദൈവീ ദേവസ്യ മമ ഈശ്വരസ്യ വിഷ്ണോഃ സ്വഭൂതാ ഹി യസ്മാദേശ യഥോക്ത ഗുണമയീ മമ മായ ദുരത്യയ ദുഃഖേന അത്യയഃ അതിക്രമണം യസ്യാഃ സാ ദുരത്യയ തത്രൈവം സതി സർവധർമാൻ പരിത്യജ്യ മാമേവ മായാവിനം സ്വാത്മഭൂതം സർവാത്മനാ യേ പ്രപദ്യന്തെ തേ മായാം ഏതാം സർവഭൂതമോഹിനീം തരന്തി അതിക്രാമന്തി സംസാരബന്ധനാത് മുച്യന്തെ ഇത്യർത്ഥഃ. ദൈവീ ദേവസ്യ മമ ഈശ്വരസ്യ വിഷ്ണോഃ സ്വഭൂതാ ഹി യസ്മാത് ഏഷാ യഥോക്താ ഗുണമയീ മമ മായ ദുരത്യയ ദുഃഖേന അത്യയഃ അതിക്രമണം യസ്യാഃ സാ ദുരത്യയ തത്ര ഏവം സതി സർവധർമാൻ പരിത്യജ്യ മാം ഏവ മായാവിനം സ്വാത്മഭൂതം സർവാത്മനാ യേ പ്രപദ്യന്തെ തേ മായാം ഏതാം സർവഭൂതമോഹിനീം തരന്തി അതിക്രാമന്തി സംസാരബന്ധനാത് മുച്യന്തെ ഇത്യർത്ഥഃ. അപ്പോൾ ദൈവീ ദിവ്യഭാവത്തോടു കൂടിയ ദേവസ്യ മമ ഈശ്വരസ്യ ദേവനായ എൻ്റെ ദൈവി, ദേവൻ്റെ ദേവി ദൈവി, വിഷ്ണോഃ സ്വഭൂത വിഷ്ണുവിൻ്റെ സ്വഭൂതയായ, അതാണ് വൈഷ്ണവി എന്ന് പറഞ്ഞത്. വിഷ്ണുവിൻ്റെ സ്വഭൂതയായ, ഭിന്നയല്ല അഭിന്നയായ. മായ അനന്യയാണ്, അഭിന്നയാണ്. അത് പ്രത്യേകം മനസ്സിലാക്കണം. അങ്ങനെയുള്ള യഥോക്ത ഗുണമയി മമ മായ, ഗുണമയിയായ എൻ്റെ മായ. ഏതാ ഗുണമയി? സത്വ രജ സ്തമോ ഗുണമയി. മമ മായ ദുരത്യയാ ദുഃഖേന അത്യയഃ യസ്യാഃ സാ ദുരത്യയ. വളരെ ദുഃഖത്തോടു കൂടി മാത്രം തരണം ചെയ്യാൻ പറ്റുന്നത്. എന്നുവെച്ചാൽ എവിടെയെങ്കിലും ദുഃഖിച്ചിരുന്നാൽ തരണം ചെയ്യാൻ പറ്റുന്നതാണോ? അയ്യോ തരണം ചെയ്യാൻ പറ്റണേ, തരണം ചെയ്യാൻ പറ്റണേ, തരണം ചെയ്യാൻ പറ്റണേ. ദുഃഖിച്ചിരുന്നുകൊണ്ട് കാര്യമില്ല. ആ ദുഃഖമല്ല ഇവിടുത്തെ അർത്ഥം. മറിച്ച് ഗുരുശാസ്ത്രോപദേശമനുസരിച്ച് സൂക്ഷ്മ സാധനാക്രമങ്ങളിലൂടെ, ഗുരുശാസ്ത്രോപദേശം എളുപ്പമല്ല, ഒട്ടും എളുപ്പമല്ല. ഗുരുനാഥൻ്റെ കൂടെ താമസിക്കുന്ന തന്നെ എളുപ്പമല്ല. പിന്നെയല്ലേ ശാസ്ത്രശ്രവണം. ശ്രവണം കഴിഞ്ഞാലോ പിന്നെയാണ് പടികളൊക്കെ. ദുരത്യയ വളരെ ദുഃഖത്തോടു കൂടി തരണം ചെയ്യപ്പെടേണ്ട.
തത്രൈവം സതി, അങ്ങനെ ആയിരിക്കും. അപ്പം തരണം ചെയ്യാൻ വഴിയില്ലേ എന്ന് ചിന്തിച്ചപ്പോൾ പറഞ്ഞു, സർവധർമാൻ പരിത്യജ്യ, സർവധർമ്മങ്ങളെയും പരിത്യജിച്ച്. വളരെ ശ്രദ്ധിക്കണം, സർവാധർമാൻ പരിത്യജ്യ അല്ല, സർവധർമ്മങ്ങളെയും പരിത്യജിച്ചല്ല, സർവധർമ്മങ്ങളെയും പരിത്യജിച്ച്. ഇപ്പോൾ വർണ്ണാശ്രമാദി സാധ്യസാധനാഭേദത്തോടുകൂടിയ, ഇപ്പം സാധ്യസാധനാഭേദത്തോടു കൂടിയ എന്ന് പറഞ്ഞ സകല കർമ്മങ്ങളും ഉപാസനകളൊക്കെ അതിൽ വന്നു. അതിനൊന്നും ഉപേക്ഷിക്കുകയല്ല കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതെല്ലാം ഉപേക്ഷിതമാവുകയാണ്. ഉപേക്ഷിതമാവുന്നതും ഉപേക്ഷിക്കുന്നതും രണ്ടും രണ്ടാണ്. ഒന്നിനെ അതിക്രമിച്ച് അത് അപ്രസക്തമാകുന്നതും അതിനെ മാറ്റിവെക്കുന്നതും രണ്ടാണ്. അപ്രസക്തമായി കഴിഞ്ഞാൽ അത് കൂടെ നിന്നാലും ഒരു പ്രശ്നമില്ല, അതിൻ്റെ മധ്യത്തിലായാലും പ്രശ്നമല്ല. അർത്ഥം മനസ്സിലാക്കുക. ധർമ്മേവ പരം ദൈവം എന്ന് ആദ്യം പറയണം. ധർമ്മം തന്നെയാണ് ആശ്രയിക്കേണ്ടത് എന്ന് പറയണം. അതുകൊണ്ട് നമുക്ക് ധർമ്മശാസ്ത്രങ്ങളാണ് കൂടുതൽ. ഇതിഹാസ പുരാണ ധർമ്മശാസ്ത്രാദികളുടെ വൈപുല്യം നോക്കിക്കഴിഞ്ഞാൽ അതിനെ ജയിക്കാൻ വേറെ ഒന്നുമില്ല. എല്ലാ മനുഷ്യനെ ധർമ്മിഷ്ഠനാകാൻ പ്രേരിപ്പിക്കുന്നു. ധർമ്മം മാത്രമാണ് ദൈവം, ധർമ്മം മാത്രമാണ് വിജയത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നത്, ധർമ്മം മാത്രമാണ് ആശ്രയിക്കപ്പെടേണ്ടത്. എന്നാൽ ധർമ്മസ്വരൂപനായി കഴിഞ്ഞാലോ ധർമ്മം അപ്രസക്തമായി അത് കൊഴിഞ്ഞു പോകും. എല്ലാ വ്യാവഹാരികതയും കൊഴിഞ്ഞു പോകുന്ന തലം. നല്ല സൗരഭ്യമുള്ള സുമനോഹരമായ പുഷ്പം മൊട്ടിൽ നിന്ന് വിടർന്നു വരികയാണ്. എന്ത് മനോഹരമാണ്! അതിലുപരി സൗരഭ്യവുമുണ്ട്. കാറ്റടിച്ചാലും വണ്ട് വന്നിരുന്നാലും തേനീച്ച വന്നിരുന്നാലും ഒന്നും ആ ദളങ്ങൾ കൊഴിഞ്ഞു പോകുന്നില്ല. എന്നാൽ ആ പുഷ്പത്തിൻ്റെ ധർമ്മമായി കായ രൂപപ്പെട്ടു. ഇപ്പോഴോ ആ ദളങ്ങൾ താനേ കൊഴിഞ്ഞുപോയി, അപ്രസക്തമായി കൊഴിഞ്ഞുപോയി. ആദ്യം തന്നെ കൊഴിഞ്ഞു പോകാനുള്ളതല്ലേ, ആദ്യം പിടിച്ചു പറിച്ചാലോ കായ ഉണ്ടാവില്ല. കായ രൂപപ്പെട്ടു, ദളങ്ങൾ കൊഴിഞ്ഞു. ഇപ്പോൾ കായ അത് നല്ല വളർന്ന് വലുതായി. അതിനുള്ളിലെ വിത്തിനെ സംരക്ഷിച്ചുകൊണ്ട് പുറന്തോട് ശക്തമാണ്. ഇപ്പോൾ നേരത്തെ വന്ന തേനീച്ചയോ വണ്ടോ ഒന്നും കുത്തിയാലൊന്നും പ്രശ്നമല്ല. നല്ല സുദൃഢമായിട്ട് അത് വിത്തിനെ സംരക്ഷിക്കുന്നു. ഏതുവരെ? വിത്ത് പാകപ്പെടുന്നത് വരെ. വിത്ത് പാകപ്പെട്ട് കഴിഞ്ഞാലോ അതിൻ്റെ പുറന്തോട് പൊട്ടിപ്പളർന്നു പോകണം. ഇത് പ്രപഞ്ച നിയമമാണ്. എന്നാൽ പിന്നെ പൊട്ടിപ്പളരാനുള്ളതല്ലേ, ആദ്യം പിളർത്തിയാലോ അതില്ല. അപ്പം ധർമ്മം തന്നെയാണ് നമ്മൾ ലോകത്തോട് ഉപദേശിക്കേണ്ടത്. വേദാന്തമല്ല, ധർമ്മമാണ്. ആ ധർമ്മത്തിലൂടെ ധർമ്മസ്വരൂപന്മാരായി പരമമായ സത്യജിജ്ഞാസുക്കളായി വരുന്ന 1 കോടിയിൽ ഒരാൾ എന്ന മട്ടിൽ ഉള്ളവർക്ക് വേദാന്തോപദേശമാവാം. എന്നാൽ 1 കോടി ആൾക്കാർക്കും ധർമ്മോപദേശമാവാം. അല്ലാതെ വേദാന്തം എല്ലാവരോടും കയറി ഉപദേശിച്ചാൽ നാട് നശിച്ചു പോകും. വേണമെങ്കിൽ നമുക്ക് അല്ലേ
ഒരു 10 കുറയ്ക്കാൻ വേണ്ടിച്ചാൽ ഒരു കോടി എന്നുള്ളത് വേണമെങ്കിൽ ഒരു 10 ലക്ഷം ആക്കി കുറയ്ക്കാം. അതിനേക്കാൾ കുറയ്ക്കണം എന്ന് പറയാൻ വയ്യക്കരുത്. ഒരു 10 ലക്ഷത്തിൽ 1, 10 ലക്ഷത്തിൽ 1 വേദാന്തം പറയാം, അത്രയേ ഉള്ളൂ. അല്ലാതെ എല്ലാവരോടും പറഞ്ഞോടാ. 10 ലക്ഷം പേരോടും ധർമ്മം പറയാം. ജിജ്ഞാസുക്കളായി വന്നു ചേരുന്ന ആ 10 ലക്ഷത്തിൽ 1 വേദാന്തം പറയാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ദോഷം ചെയ്യും. ആ 10 ലക്ഷത്തിൽ 1 കേട്ടാൽ അതിൽ 1000-ൽ 1 ഗ്രഹിക്കും. അങ്ങനെ ഗ്രഹിക്കുന്ന 1000-ൽ 1 മനനത്തിലൂടെ സൂക്ഷ്മതയിലേക്ക് എത്തും. ശരിക്കും പറഞ്ഞാൽ അനേക കോടിയിൽ ഒരാൾ ഈ ത്രിപുടിക്ക് അപ്പുറത്തേക്ക് പോകും. പറഞ്ഞവനും കേട്ടവനൊക്കെ ഇപ്പുറത്ത് നിൽക്കും. പറഞ്ഞവനും നിൽക്കുക, പറഞ്ഞവനും ഇപ്പുറത്ത് നിൽക്കും. പറഞ്ഞവൻ ഗ്രന്ഥത്തിൽ നിന്ന് പറഞ്ഞിരിക്കുന്നു, കേട്ടവൻ പറഞ്ഞതിനെ കേട്ടിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ സർവധർമാൻ എന്നുള്ളതിൻ്റെ സൂക്ഷ്മാർത്ഥം നല്ലപോലെ മനനം ചെയ്യുക. ശരി. പരിത്യജ്യ മാമേവ മായാവിനം. ഈ മായയ്ക്ക് മുഴുവൻ അധീശനായിരിക്കുന്ന എന്നെ സ്വാത്മഭൂതം. അവൻ വേറെ ഇവൻ വേറെ എന്നല്ല. വിഷ്ണു വേറെ ഞാൻ വേറെ, ശിവൻ വേറെ ഞാൻ വേറെ എന്നല്ല. ഈ തലത്തിലെത്തുമ്പോൾ സ്വാത്മഭൂതം. യേ പ്രപദ്യന്തേ സർവാത്മനാ തേ മായാം സർവഭൂതമോഹിനി. സർവഭൂതമോഹിനിയായ മായയെ തരന്തി അതിക്രാമന്തി. സംസാരബന്ധനാത് മുച്യന്തേ ഇത്യർത്ഥഃ. അതിക്രമിച്ചെന്ന് അർത്ഥം എടുക്കണം. ഇതാണ് സാമാന്യാർത്ഥം. വിശേഷാർത്ഥം പറയാൻ പറ്റില്ല. വിശേഷാർത്ഥം ഓരോരുത്തരും ആഴ്ന്നിറങ്ങി കണ്ടെത്താൻ ശ്രമിക്കുക, അത്രയേ ഉള്ളൂ. ശരി, സന്തോഷം. അല്പം കഴിഞ്ഞ് ഒത്തുകൂടാം. അധികം വൈകണ്ട, അല്പം കഴിഞ്ഞിട്ട്. ശരി.